ഒന്ന് മാറിക്ക് ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. നീ ബാക്ക് നീ പറയുന്നത് മതി. ശരിയല്ലേ? സൂപ്പർ സൂപ്പർ. ഇനി മുത്തക്കാക്കാണ് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ അങ്ങനെ സെൽഫി എടുക്കാൻ തപ്പം. ഇതിന്റെ വലിയൊരു ഇതോടെ ഫ്രെയിം ചെയ്ത് വെക്കാം. അളിയന്റെ എക്സ്പ്രഷൻ നോക്കാം. ഇതിന്റെ ഒരു വലിയൊരു സാധനം അപ്പുറം ഇപ്പുറം ഓരോ രണ്ട് വീട്ടിൽ വലിയ ലാമിനേറ്റ് ചെയ്ത് വെക്കണം. എങ്കിലേ അതിന്റെ ഒരു നമ്മളെന്താണ് ഇപ്പൊ അച്ഛന്റെ പപ്പയുടെ പടം ഇരിക്കുന്നുണ്ടല്ലേ, അതുപോലെ നമ്മളെ പടം വെക്കണം. ഞാൻ ലാമിനേറ്റ് തരാം. ചുമ്മാ അല്ലേ, അത് എന്റെ ജയമുണ്ട്, ആർട്ടിസ്റ്റ് ജയനുണ്ട് ചെറിയ, അവൻ പഠിച്ചു തരും, അടിപൊളിയായിട്ട് പഠിച്ചു തരും. ഇന്ന് ആയിക്കോട്ടെ. അളിയന് ഞാൻ തിറക്കിക്കുന്ന അളിയന് ഇഷ്ടം പോലെ ആയിട്ട് അതൊക്കെ എന്തോ നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? എന്തുവാ പുത്തനച്ചി പൊരപ്പുറം തോക്കുന്നു? അത് പറയേണ്ട കാര്യം ചുമ്മാ സ്ഥാനത്ത് പറയല്ലേ. അതെ, ഇങ്ങനെ വളവള നോക്കി നിൽക്കാതെ അളിയന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. ഒന്നും വേണ്ടല്ലേ, ചായ കുടിച്ചാൽ ചുമ്മാ ചായയൊക്കെ രാവിലെ അല്ലേ കുടിച്ചത്? മണി എത്ര? നല്ല വെയിലുണ്ട്. ഈ ചൂടത്ത് ഇച്ചിരി വെള്ളം ഇടയ്ക്കിടെ കുടിക്കാം. നിന്റെ അടുത്തിരിക്കുമ്പോ തന്നെ സന്തോഷം. പൊടിക്ക് കുറക്കി ക്ലീറ്റോ കുറച്ച്. നിങ്ങൾക്ക് എന്തിനു കുഴപ്പമാണ്? ക്ലീറ്റ് കാണിക്കുന്നത് കാണുമ്പോഴത്തേനും ഭയങ്കര പ്രഹസനായിട്ടാ തോന്നണേ. അയ്യോ, അങ്ങനെ തോന്നണ? ഒന്നും സാരമില്ല. അളിയ, നിനക്ക് കുടിക്കാൻ എന്തോ വേണം? എനിക്ക് ഒന്നും വേണ്ട. പിന്നെ അളിയൻ സ്നേഹത്തോടെ എന്തോ തന്നെ അളിയ, ഇന്നേ വരെ അളിയൻ ഈ വീട്ടിൽ വന്നിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. അന്നേരത്തെ സാഹചര്യമല്ലേ അളിയ. അതിപ്പോ നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ടെൻഷനൊക്കെ കൊണ്ട് നമ്മൾ പെരുമാറുന്ന സമയത്ത് ചില വ്യത്യാസം തോന്നും. അത്രേ ഉള്ളൂ. ഞാൻ അളിയനെ ഇന്ന് എന്റെ കൈ കൊണ്ട് ഞാൻ ഒരു സാധനം വേണ്ട, നീ അവിടെ പോയി മെനക്കെടണ്ട. അളിയന് വേണ്ടിട്ട് ഇച്ചിരി മെനക്കെടണം. ചേച്ചി എന്നെ പിച്ചിക്ക് ചേച്ചി. ഇത് സത്യമാണ്. അളിയാ, അവിടെ ഇരിക്കും. എന്റെ അളിയനെ നോക്കിക്കോ. രാഷ്ട്രീയക്കാരൻ വീടെടുത്ത് മറിക്കരുത്. അയ്യോ, ആണല്ലേ? ഇപ്പോഴാണല്ലേ മനസ്സിലായത് പാവമെന്ന്. എടി, ഞാൻ പറഞ്ഞില്ലേ, ചില നേരത്ത് നമ്മൾ പെട്ടെന്നുള്ളത് കൊണ്ടല്ലേ മനസ്സ് തങ്കമാണ്. എവക്കല്ലേ പോയി തങ്കം ഇടേണ്ട, അവനാണ് ഇടേണ്ടത്. അവന്റെ മനസ്സ് തങ്കമാണ്. അറിയാമോ? അറിയില്ലായിരുന്നു, ഇപ്പഴറിഞ്ഞത്. നമ്മൾ ഓരോരുത്തർ അറിയണമെങ്കിൽ നമ്മൾ അവരായി തീരണം. പക്ഷെ എത്ര വർഷം എടുത്തറിയാൻ മനസ്സിലാക്കിയല്ലോ. അതെ അതെ, ഇപ്പോഴും അങ്ങനെ ചോദ്യം ചെയ്യരുത്. നമ്മളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് പെരുമാറണം. ഇപ്പൊ അവൻ എന്നെ മനസ്സിലായി, എനിക്ക് അവനെ മനസ്സിലായി. അതാണ് ഞങ്ങളുടെ സ്നേഹം. അല്ല, ഞാൻ സഹായിക്കണോടാ. വേണ്ടളിയാ. എടി, നാരങ്ങ ഇല്ലെങ്കിൽ പറയണ്ടേ. ഒരു മുണി നാരങ്ങ ഉണ്ടായിരുന്നു. ഉള്ളത് അളിയന് കുടിക്കാം. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ നാരങ്ങ വെള്ളം. ഈ കുടിയുടെ അങ്ങോട്ട് നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. ഞാൻ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ആളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അത് ശരിയാവും. ഈ കുടിക്കണ കാണുന്നതല്ലേ എൻ്റെ സന്തോഷം. അത് വേണ്ട, അത് വേണ്ട. അത് നമ്മുടെ സന്തോഷം, നമ്മുടെ ഇനി മുതൽ നമ്മുടെ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മൾ ഒരുമിച്ച് പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള തന്നെയാണ്. അത് ആളുകൾ പറയും സ്നേഹം അങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങനെയല്ലേ വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നേരെ പപ്പതി ഇല്ല, കുറച്ച് കൂടുതലുണ്ട്. ഇച്ചിരി കൂടി പോയി, ഇച്ചിരി കൂടി പോയി. ഞാൻ കൂടുതൽ കഴിച്ചാണ്, അറിഞ്ഞു വെച്ചാ. കറക്റ്റ് ഈക്വലല്ലേ? ഈക്വലല്ലേ? ഞാൻ 1 2 3 പറയോ? അടുത്ത 1 2 3. നല്ല ടേസ്റ്റ്, നല്ല മധുരം. അളിയ, അത് മനസ്സറിഞ്ഞ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി മധുരം ഇല്ലെങ്കിൽ പോലും അതിനൊരു മധുരം ഉണ്ടാവും. അതാണ് ഞാൻ വളരെ സ്നേഹത്തോടെ. അതാണ് കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടവും പതിവില്ലാത്ത രുചിയും ഉണ്ടാവും അതിനകത്ത്. ഇനിയിപ്പോ രാഷ്ട്രീയക്കാരനും പോലീസുകാരനും കൂടി ഇവിടെ ജീവിച്ചോ, ഞങ്ങളങ്ങ് പോയേക്കാം. അല്ലേ, ഇങ്ങനെ അങ്ങ് പോയാ മതിയായിരുന്നു. നിങ്ങൾ ഇത് കണ്ട് സന്തോഷിക്കല്ലേടി വേണ്ടത്? അതെ, ഇപ്പൊ സന്തോഷാണ്. ഞാൻ സന്തോഷം കെടുത്തരുത്.